ഹായ് എവരി വൺ, പേപ്പർ ക്രാഫ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പേപ്പർ ഫ്യൂഷൻ വർക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. പേപ്പർ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡാണ്, കുട്ടികൾക്ക് ചെയ്യാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഒരു സ്വാനിൻ്റെ പിക്ചറാണ് ഞാൻ വരയ്ക്കുന്നത്. പെൻസിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്, നോർമൽ പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സ്മഡ്ജറും ഉണ്ട് അതിന് ഷെയ്ഡിങ്സ് ഒക്കെ കൊടുക്കാനായിട്ട്. സ്കൂളുകളിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. ടീച്ചേഴ്സിനും ഇത് ഉപയോഗിക്കാം. 4-5 ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ എളുപ്പമായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വർക്കാണ്. ഗിഫ്റ്റായിട്ടും നിങ്ങൾക്ക് കൊടുക്കാം മറ്റുള്ളവർക്ക്. വർക്ക് ചെയ്തതിന് ശേഷം ആദ്യം ഞാൻ സ്വാനിനെയാണ് വരയ്ക്കുന്നത്. സ്വാനിൻ്റെ ഔട്ട്ലൈനാണ് ആദ്യം വരയ്ക്കുന്നത്. ആദ്യം ഇപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ട് വരയ്ക്കാൻ പാടുള്ളൂ. തീരെ വരയ്ക്കാൻ അറിയാത്തവരുണ്ടെന്ന് വെച്ചാൽ ആദ്യം വരച്ച് ട്രൈ ചെയ്യാം. അത് കറക്ഷൻ ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾക്കത് ഡാർക്ക് പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡിങ് കൊടുക്കാവുന്നതാണ്. വരയ്ക്കാം. ഞാൻ വരച്ച പോലെ തന്നെ വരയ്ക്കണമെന്നില്ല. നിങ്ങളുടേതായിട്ടുള്ള ഐഡിയാസും നിങ്ങൾക്ക് ഇതിൽ ഉപയോഗിക്കാം. ഞാനിവിടെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു രൂപത്തിലാണ് ഞാൻ സ്വാനിനെ വരയ്ക്കുന്നത്. വളരെ ലൈറ്റായിട്ടാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലിയർ ആവുന്നുണ്ടാവില്ല, പക്ഷെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ നല്ല പ്രൊജക്റ്റായിട്ട് ഇത് നിൽക്കും. ഒരെണ്ണത്തിന് വരച്ചു, ഇനി ഇതുപോലെ 2 എണ്ണത്തിന് നിങ്ങൾ വരയ്ക്കണം. ഞാനത് വരച്ചതിന് ശേഷം ഡാർക്ക് പെൻസിൽ വെച്ചിട്ടും ഔട്ട്ലൈൻ കൊടുത്തത്. അതിനുശേഷം സ്കെച്ച് പെൻ, ബ്ലാക്ക് സ്കെച്ച് പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഷെയ്ഡിങ് ചെയ്യാണ്. ഷെയ്ഡിങ് ചെയ്താലേ നമുക്ക് ആ ഒരു ഭംഗി കൂടുതൽ ഫീൽ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ ഔട്ട്ലൈൻ വരച്ചത് കൊണ്ട് മാത്രം ആ ഭംഗി അത്രയ്ക്കങ്ങ് കിട്ടില്ല. നാച്ചുറൽ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഷെയ്ഡിങ് നിർബന്ധമായിട്ടും കൊടുക്കണം. ഇതിപ്പോൾ ബേസിക്സിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വർക്കാണ്. സ്കെച്ച് പെൻ വെച്ചിട്ടാണ് അതിൻ്റെ ബീക്കൊക്കെ ഞാൻ കളർ കൊടുത്തിട്ടുള്ളത്. കുറച്ച് നല്ല ഇതായിട്ട് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്കെച്ച് പെൻ ഉപയോഗിച്ചത്. അപ്പോൾ മീഡിയം എന്ന് പറയുന്നത് പെൻസിലുണ്ട്, ഇതിൽ സ്മഡ്ജറുണ്ട്, സ്കെച്ച് പെന്നുമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. സ്മഡ്ജർ വെച്ചിട്ടാണ് ഞാൻ ഷെയ്ഡിങ് കൊടുക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും നമ്മൾ ഷെയ്ഡിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ മാത്രം ഷെയ്ഡിങ് കൊടുത്താൽ മതി. ബാക്കിയുള്ള സ്ഥലത്തെല്ലാം അത് പേപ്പറിൻ്റെ അതേ കളർ വൈറ്റ് തന്നെ അവിടെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഹൈലൈറ്റ് ചെയ്യേണ്ട പോർഷൻ മാത്രമാണ് ഞാൻ ഷെയ്ഡിങ് സ്മഡ്ജർ വെച്ചിട്ട് ചെയ്യുന്നത്. ചിറകൊക്കെ നമ്മൾ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ 2 വശത്തെ ചിറകും നമ്മൾ വ്യത്യസ്തമായിട്ട് നമുക്കത് ഫീൽ ചെയ്യണം. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ ഒരെണ്ണം കുറച്ച് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യും, അപ്പുറത്തുള്ളത് കുറച്ച് ഡാർക്കായിട്ടാണ് ഷെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുപോലെ കഴുത്തിൻ്റെ ഭാഗം, തലയുടെ ഭാഗം, അതൊക്കെ ഷെയ്ഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിഫറൻസ് മനസ്സിലാക്കുന്നത് ആ ഷെയ്ഡിങ്ങിലുള്ള വേരിയേഷൻസ് കൊണ്ടുവന്നാൽ പെട്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ അത് വരയ്ക്കുന്നതിൻ്റെ ഡയറക്ഷനാണ് അടുത്തത് നോക്കേണ്ടത്. വെർട്ടിക്കലായിട്ട് വരയ്ക്കേണ്ടതിന് വെർട്ടിക്കലായിട്ട് തന്നെ വരയ്ക്കണം, ഹൊറിസോണ്ടലായിട്ടുള്ളതിന് ഹൊറിസോണ്ടലായിട്ട് തന്നെ വരയ്ക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഷെയ്ഡിങ് ചെയ്യുകയാണെങ്കിലും ഔട്ട്ലൈൻ വരയ്ക്കുകയാണെങ്കിലും അത് കറക്റ്റായിട്ട് നമുക്ക് പിക്ചർ കിട്ടുന്നത്. അത് വളരെയധികം ഡ്രോയിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഡ്രോയിങ് മാത്രം ചെയ്യുന്ന കുട്ടികൾക്ക് ഈ സ്റ്റെപ്പ് ചെയ്തെടുക്കാം. ഈ വർക്ക് ഞാൻ ക്രാഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് അതിന് ഫ്യൂഷൻ
ഒരുപാട് കോസ്റ്റ് ഫ്രീ ആണ്. ചെറിയ ചെറിയ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ക്രാഫ്റ്റുകൾ ചെയ്യാനായിട്ട് കൂടുതലും ശ്രമിക്കുന്നത്. അവസാന ശേഷം വരച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഫൈനൽ പീസ് വരുന്നത്, ഫൈനൽ വർക്ക് വരുന്നത്. അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ള ശേഷം വർക്കുകൾ അടുത്ത പാർട്ട് 2 കാണിക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ പേപ്പറും നമുക്ക് ആവശ്യമുണ്ട്. ഇത് ഞാൻ ക്രേപ്പ് പേപ്പേഴ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഡിഫറെൻറ്റ് കളേഴ്സ് ക്രേപ്പ് പേപ്പറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു A4 ഷീറ്റ് പേപ്പർ മാത്രം ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫെവിക്കോളാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിൽ ഒട്ടിക്കുന്നുണ്ട്.